നെർവസ്നെസ് ഒക്കെ ഭയങ്കര പീക്കിലായിരുന്നു. പിന്നെ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒരു 100 അവാർഡെങ്കിലും ഞാൻ വാങ്ങി. സിൽവർ സ്റ്റോൺ പ്രസന്റഡ് ബൈ മൈജി ഫ്യൂച്ചർ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സിന്റെ റെഡ് കാർപ്പറ്റിലാണ്. അപ്പോൾ നമ്മുടെ സംഗീത ലോകത്തെ പ്രമുഖർ ഈ വഴിയിലൂടെയാണ് ഇവന്റിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ബാ. ഹലോ, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ആദ്യത്തെ അവാർഡ് പരിപാടിയാണ്. യെസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊമേഡിയൻ ആയിട്ട് വന്നു, നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ഇപ്പൊ ബെസ്റ്റ് ലിറിസിസ്റ്റ് അവാർഡ് കരസ്ഥമാക്കാൻ എത്തിയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ? നമ്മൾ പറയുമല്ലോ, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയാണോ ഇപ്പം? അതെ അതെ, ഒരു ഡെല്ലുലു മൊമെന്റ് ആണ്. യെസ്, ഡെലുലു എന്ന് പറഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള വാക്കുകളൊക്കെ മലയാളികൾ കുറേയും കൂടിയും സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് കാർത്തിയിലൂടെയാണ്. സോ പറയോ, എങ്ങനെയാണ് ഇത്? ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് വന്ന ഓരോരോ വാക്കുകളാണോ അതോ സ്വന്തമായി ചിന്തിച്ചെടുത്ത വാക്കുകളാണോ? അല്ല, ജെൻസിയുടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ പഠിക്കേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പം എഴുതിയ വരികളിലെ പാട്ടുകളിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ലൈൻ ഏതായിരിക്കും? ബൊമ്മാലയിലെ അതെ ടാറന്റിനോ പടച്ചയിലെ അതൊക്കെയാണ്. അതിൻ്റെ ഒരു പരീക്ഷണമാണല്ലോ, അപ്പോൾ അത് ഹിറ്റായപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻജോയ് ദിസ് നൈറ്റ്. താങ്ക് യു. ഹലോ, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. സോ മച്ച്. യെസ്, അപ്പോൾ അനിലയുടെ പാട്ട് കേൾക്കാതെ 2026 ഞങ്ങൾ കടന്നുപോയിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ ഇതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊന്ന് എടുത്തു പറയണ സുൽത്താൻ പാട്ട് പറയണം, കാരണം റീൽസിൽ അത്രയും ട്രെൻഡിങ് ആയി പോയൊരു പാട്ടായിരുന്നു. സോ ആ റെക്കോർഡിംഗ് സെഷനിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ഒരു മൊമെന്റ് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കമ്പോസർ ഷാൻ റഹ്മാൻ. ഷാനിക്കയാണ്. ഷാനിക്ക പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഒരു കോള് വിളിച്ചത്. ഒരു ദിവസം രാത്രിയിലാണ് വിളിച്ചത്. നമുക്കൊരു പാട്ടുണ്ട്, ഒരു ഡാൻസ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനുണ്ട്, ഷൂട്ടിനുള്ള സന്നാഹമൊക്കെ ആയിട്ടുണ്ട്, പെട്ടെന്ന് പാടി അയക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പാടിച്ചതാണ്. അപ്പോൾ ഭയങ്കര ജോളി എനർജറ്റിക് വൈബ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാടി. പിന്നെ ഞാൻ അറിയുന്നത് ഈ പാട്ട് റിലീസാവുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഷാനിക്ക എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പോലെ ആടുത്രയാണ്, വേദിക മാം ആണെന്നൊക്കെ പറയുന്നതും ഞാൻ എന്താ പറയുക ഞെട്ടിപ്പോയി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം എനിക്കും. ഈ റെഡ് കാർപ്പറ്റിൽ ഇവിടെ നിൽക്കുമ്പം എന്താണ് സാറിന് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്? ഫ്ലവേഴ്സ് ചാനൽ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഒരുപാട് ആളുകൾക്ക്, കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ വളരാനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ. അതിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. താങ്ക് യു. ഹലോ. അത് നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു കളർ ഡ്രസ്സ്. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് വൈറൽ സിംഗർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം പാർവതി പാടുന്നു, AR റഹ്മാൻ അത് എൻജോയ് ചെയ്യുന്നൊരു റീല് എനിക്ക് തോന്നുന്നു ലോകത്തിൽ എല്ലാവരും കണ്ടൊരു റീലാണ്. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. വലിയൊരു ഈവൻ്റ് ആയിരുന്നു ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ചെന്നൈ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒട്ടും. റഹ്മാൻ സാറിന് മുമ്പിൽ പാടും. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ സാറിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിയുന്നതിന് മുമ്പേ ഞാൻ പാടും. പക്ഷേ സാർ വന്നപ്പോൾ ഞാനാണെങ്കിലോ വിറച്ച് നെർവസ്നെസ്സൊക്കെ ഭയങ്കര പീക്കിലായിരുന്നു. ബട്ട് ദെൻ അൾട്ടിമേറ്റ്ലി ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ആ ഒരു ദിവസത്തെ പരിപാടി ഇത്രയും വൈറലാവും എന്ന് ഞാൻ അറിഞ്ഞില്ല. ആൻഡ് ഇപ്പോൾ വൈറലായത് ഒരുപാട് സന്തോഷമുണ്ട്. യെസ്, വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 വൺ ഓഫ് മെയിൻ സ്പോൺസേഴ്സ് ധാത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് സജികുമാർ സർ ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സർ വെൽക്കം. വെൽക്കം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പം എനിക്ക് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും ആ ഒരു മൊമെന്റിൽ എന്ത് തോന്നുന്നു എന്ന് അറിയാൻ ഐ എം റിയലി എക്സൈറ്റഡ്. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ അവാർഡ്സിൽ ധാത്രിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ധാത്രി കഴിഞ്ഞ 24 വർഷത്തിൽ അധികമായി എല്ലാ മലയാളി കുടുംബങ്ങളിലും ധാത്രിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ച് 25 കോടി കസ്റ്റമേഴ്സ് തികഞ്ഞതിൻ്റെ ആഘോഷത്തിൻ്റെ വർഷമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ കാലയളവിൽ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ അവാർഡ്സിലും അതുപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. സോ ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഹലോ സർ. ഹലോ. റെഡ് കാർപ്പറ്റിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു ഫീലിംഗ്? ഫ്ലവേഴ്സിൻ്റെ മ്യൂസിക് അവാർഡാണ്. ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് അവിടെ ചെന്ന് അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു നൈറ്റിൽ ഏതെങ്കിലും ഒരു പെർഫോമൻസ് സർ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞൊരു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുകാരിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. താങ്ക് യു സോ മച്ച് സർ. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. യെസ്, അപ്പം ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 വൺ ഓഫ് ആർ മെയിൻ സ്പോൺസേഴ്സ് KP നമ്പൂതിരീസ് സീനിയർ ബ്രാൻഡ് മാനേജർ മിസ്റ്റർ സുനോജ് പങ്കുണ്ണിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹായ് സർ, അപ്പം ഈ ഒരു ഐഡിയയുടെ ഒരു ബിഗിനിങ് മുതൽ ഇപ്പോൾ റെഡ് കാർപ്പറ്റിൽ എത്തി നിൽക്കുകയാണ്. സോ വാട്ട് ഇസ് യുവർ ഫീലിംഗ്? സോ ഇവിടെ എത്തിയാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ച വളരെ സന്തോഷം. സോ KP നമ്പൂതിരി ആസ് എ ബ്രാൻഡ് പ്യൂരിറ്റി, ക്വാളിറ്റി, ട്രസ്റ്റ് ഇതിൽ വിശ്വസിച്ച് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സ് ചാനൽ. തീർച്ചയായും മലയാളികളുടെ ഒരു ഫേവറേറ്റ് ചാനലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസുമാണ് മ്യൂസിക്. സോ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ 2 പാർട്ടീസിനും വളരെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. എന്നെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഒരു കുടുംബം, എൻ്റെ കുടുംബം തന്നെയാണല്ലോ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ജേർണി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഈ ഒരു ജേർണിയിൽ ഒരു പാട്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അല്ല, ഞാൻ ആദ്യം ഇങ്ങനെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇത്രയും വയസ്സായോ എനിക്കെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമയായിട്ടാണ് തോന്നണേ. അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്. പല അമ്മയെക്കുറിച്ചുള്ള പാട്ട്, അച്ഛനെക്കുറിച്ചുള്ള പാട്ട്, മകളെക്കുറിച്ചുള്ള പാട്ട്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പാട്ട്, പ്രണയത്തിനെ കുറിച്ചുള്ള പാട്ട്, എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഇതുവരെയും എനിക്ക് ചെയ്ത് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ചില പ്രമേയങ്ങളാണ്. അതിൻ്റെ സന്തോഷങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാട്ട് പാടാമോ? മഴയേ തൂമഴയേ വാനം പെയ്യുന്ന പൂങ്കുളിരേ, വാനം പെയ്യുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയേ. താങ്ക് യു സോ മച്ച് സർ. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. ഹലോ സർ. ഹായ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്ത് തോന്നുന്നു ഇതായി റെഡ് കാർപ്പറ്റിൽ വന്ന് നിൽക്കുമ്പോൾ? വളരെ എക്സൈറ്റഡ് ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് പ്രതിഭകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 വൺ ഓഫ് അവർ മെയിൻ സ്പോൺസേഴ്സ് മിസ്റ്റർ കപിൽ ദേവ് ആണ്, മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് AGM. താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ ചൂസിങ് മൈജി. യെസ്, അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു തോട്ട് ബിഗിനിങ് മുതൽ നമ്മുടെ ഈ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു തോട്ട് ഇപ്പോൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പം വാട്ട് ഡു യു ഫീൽ? ഓൾറെഡി വളരെ ചൂസ് ചെയ്തിട്ട് ഏറ്റവും അർഹരായവർക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് അതിലൊരു പാട്ടാവാൻ പറ്റിയതിൽ. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സർ. താങ്ക് യു. വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. താങ്ക് യു സോ മച്ച്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. എപ്പോഴും സിത്താര ചേച്ചിനെ നമ്മളിങ്ങനെ സ്റ്റേജിൽ കാണുമ്പം ഇപ്പം വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ സ്റ്റേജിൽ വേറൊരു എനർജിയാണ്. ആ എനർജി എവിടെ നിന്നാണ് കരുതുന്നത്? അറിയില്ല, ഓഡിയൻസിന് വേണ്ടി പെർഫോം ചെയ്യാന്നുള്ള തോന്നലോ, പിന്നെ ഒരു നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇന്നർ ചൈൽഡൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 നമ്മുടെ മെയിൻ സ്പോൺസർ സിൽവർ സ്റ്റോം പാർക്സ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡിലെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ AI ഷാലിമാർ സർ ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ സർ. യെസ്, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം സാറിന് ഈ ഒരു റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പം എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ അത് ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം.
സിൽവർ സ്റ്റോമിനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞ 26 വർഷമായിട്ട് സിൽവർ സ്റ്റോം അതിരപ്പള്ളിയിൽ പ്രവർത്തിക്കുകയാണ്. വലിയൊരു അമ്യൂസ്മെൻറ്റ് വാട്ടർ തീം പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, സ്നോ പാർക്ക്. ഇനി ഈ ഓണത്തിന് വളരെ പുതുമയാർന്ന കേബിൾ കാർ ആൻഡ് ജംഗിൾ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കാർഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ബേർഡ്സ് ഏവിയറി, പെറ്റ്സ് അനിമൽസ്, ഫിഷേഴ്സ്. ഒരു കേബിൾ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെസ്റ്റേൺ ഘാട്ടിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനുള്ള രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് നമ്മുടെ സിൽവർ സ്റ്റോം മുന്നോട്ട് വരുമ്പം നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കേബിൾ കാറും ജംഗിൾ സ്റ്റോമും വരുന്നതോടുകൂടി ഏതൊരു സന്ദർശകർക്കും ഒരു ടൂറിസ്റ്റിനോ ഫസ്റ്റ് ടൂർ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ സിൽവർ സ്റ്റോം ഫസ്റ്റ് ചോയ്സ് ആയി മാറും. താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ്. എൻജോയ് ടുനൈറ്റ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 സ്വാഗതം. താങ്ക് യു. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാഡം. അതെ, അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ ഒരു പാട്ട് പാടിയ സമയത്ത് എപ്പോഴെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നോ ഇതിനൊരു അവാർഡ് ഇങ്ങോട്ട് വരും നമ്മുടെ കേരളത്തിലേക്കെന്ന്? ആ തോന്നലുണ്ടായിരുന്നു. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ദീപു ചേട്ടനും മനു മഞ്ജിത്തേട്ടനും ജിതിലാലേട്ടനൊക്കെ പറഞ്ഞായിരുന്നു ഒരു അവാർഡിന്റെ മണം അടിക്കുന്നുണ്ട്. സർ, വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് സാറിന് ഇപ്പം റൈറ്റ് നൗ എന്താണ് വാട്ട് യു ഫീലിംഗ്? വളരെ സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മ്യൂസീഷ്യൻസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു, പാട്ട് കേൾക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം AR റഹ്മാന് വേണ്ടി എനിക്ക് മ്യൂസിക് അവാർഡ് വാങ്ങിക്കാനായിട്ട് വരാൻ സാധിച്ചു. വീണ്ടും എല്ലാവരും കാണാൻ കഴിയുന്നു എന്ന് പറയുന്നതും സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു. ഹലോ. ഹലോ. വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. താങ്ക് യു. ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റാറിന്റെ ഔട്ട്ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇതാരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ രഹസ്യമൊന്നുമില്ല, ഫ്രണ്ട്സും വൈഫും. അപ്പം പീപ്പിൾസ് ചോയ്സ് അവാർഡാണ്. അത് വളരെ സ്പെഷ്യൽ അവാർഡാണ്. കാരണം ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതിന് ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു തെളിവ് ആവശ്യമില്ല. ഇല്ല, സത്യം. അത് എനിക്കും സന്തോഷം. കാരണം ജനങ്ങളുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതി, അതാണല്ലോ എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു അവാർഡ് കിട്ടിയതിൽ ഞാനും ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇന്നത്തെ ഒരു അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് നമ്മുടെ ആരാധകർക്ക് അല്ലെങ്കിൽ നമ്മളെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ. ഹായ് അമ്മ, വണക്കം. യെസ്, അപ്പോൾ വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. താങ്ക് യു. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ എത്തി നിൽക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ലുക്ക്. സോ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവിടെയും രണ്ടാൾക്കാർ സ്റ്റേജിൽ തകർത്ത് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുന്ന റീൽസാണ് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ്. കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിലെമ്പാടുള്ള ആളുകളും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനിരുദ്ധ് ആൻഡ് വേടൻ, ആ ഒരു കോംബോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാമോ? ഭയങ്കര ബ്ലെസ്സിങ് ആണ് പുള്ളിക്കാരനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുക, കൊളാബ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വേടൻ്റെ എന്താ പറയുക, ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും വരികളിൽ ഭയങ്കര ഫാൻസാണ്. അത്രയും ശക്തമായിട്ടുള്ള വരികൾ എഴുതുന്ന ഒരു പ്രോസസ്സ് അറിയണമെന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ വായിക്കും, അപ്പോൾ വായനയാണ് എൻ്റെ എഴുത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മൂഡ്, എവിടെ വെച്ച് എഴുതണം എന്നുള്ള. ചില വർക്കുകൾ സ്റ്റുഡിയോയിലിരുന്ന് വേഗം എഴുതേണ്ടി വരും. ബൂമ്പണ്ടികയ്ക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എഴുതിയ പാട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി 2 ലൈൻ പാടാമോ? കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. Wow, thank you so much. Have a beautiful night. Hello sir. Hello, how are you? Yes, I'm good. How are you? Very good and very happy to be here. Well, welcome to Flowers Music Awards 2026. Thank you so much. അപ്പം ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 വൺ ഓഫ് അവർ മേജർ സ്പോൺസേഴ്സ് ഈസ്റ്റേൺ ചീഫ് സെയിൽസ് ഓഫീസർ മിസ്റ്റർ ബിനോദ് ദാസ്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു ഐഡിയ പ്ലാനിങ് മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. സോ ഇപ്പം ആ ഒരു ഇവന്റിന്റെ റെഡ് കാർപ്പറ്റിൽ നിൽക്കുകയാണ്. സോ ഹൗ വാസ് ദിസ് ജേർണി? ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ജേർണിയാണ്. കാരണം 2 സ്ട്രോങ് മലയാളീസിനെ സംബന്ധിച്ചുള്ള 2 സ്ട്രോങ് ബ്രാൻഡ്സ് ആണിത്. ഒന്ന് ഈസ്റ്റേൺ 1983 മുതലുള്ള ഒരു ബ്രാൻഡാണ്. എല്ലാ ഹൗസ് ഹോൾഡും യൂസ് ചെയ്താണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതുപോലെ തന്നെ എല്ലാ മലയാളി ഹൗസ് ഹോൾഡിലും എൻ്റർ ചെയ്ത ഒരു യങ് വൈബ്രൻറ്റ് എൻ്റർടൈനിങ് ബ്രാൻഡുമാണ് ഫ്ലവേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇവൻറ്റും കൂടെ ആയതുകൊണ്ട് ഇത് വളരെ നല്ലൊരു എന്താ പറയുക പാർട്ട്ണർഷിപ്പുമാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് രണ്ടുപേർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വി ആർ റിയലി എക്സൈറ്റഡ്. ഈ ഒരു വർഷം എന്തൊക്കെയാണ് പുതിയ ഈസ്റ്റേൺ പ്രൊഡക്ട്സ്? ഈ ഓണത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് വെറും 5 മിനിറ്റിൽ സദ്യ പാലട, വെറും പാലടയല്ല സദ്യ പാലട ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അത് വളരെയധികം സക്സസ്ഫുൾ. ഇൻഫാക്ട് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി. അത് ഇനിയും അത് വളരെയധികം സ്നേഹത്തോടെ തന്നെ എല്ലാ മലയാളീസും സ്വീകരിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ഹലോ. ഹലോ. വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026. താങ്ക് യു. SP വെങ്കടേഷ് സാറിൻ്റെ അത്രയും ഫാൻസാണ് ഇവിടുത്തെ എല്ലാവരും. അപ്പോൾ നേരിട്ട് പാട്ടുകളൊക്കെ മ്യൂസിക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ മ്യൂസിക് ഒരു ജേർണി നേരിട്ട് അത്രയും അടുത്തറിഞ്ഞ ഒരാളാണ്. സോ അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ஃப்ளவர் டிவி தான் ஃபஸ்ட்டு அப்பாவுக்கு இதுமாரி அவார்டு கொடுத்துருக்காரு. அதுவே எங்களுக்கு ரொம்ப சந்தோஷம். அது கேரளா மக்கள்னா அப்பா ரொம்ப உயிர் சொல்லுவார். எப்பவுமே எனக்கு கேரளா மக்கள் தான் வாழ வச்ச தெய்வம் அப்படின்னே சொல்லுவார். അപ്പം SP വെങ്കടേഷ് സാറിൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു പാട്ട് ഏതായിരിക്കും? எனக்கு கிழக்கும் பட்டும், அப்புறம் ஹிட்லரில் உண்டு தட் ஃபாஸ்ட் ஆகணும். தன்னி நானே தரரரிராரி yeah that all I played that song. Thank you so much for joining. Have a beautiful night. Thank you. Hello sir, welcome. Thank you. Flowers Music Awards 2026 one of our main sponsors Red Porch Nest'inde Director HR and Administration Mr. Prashant Unni and Red Porch Nest'le Director and Sales and Marketing John Jeffy ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഈ റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പം how are you feeling? വളരെ സന്തോഷം തോന്നുന്നു. ഫ്ലവേഴ്സ് ഞങ്ങളെ ചൂസ് ചെയ്തതിൽ വളരെ അഭിമാനം തോന്നുന്നു. പിന്നെ ബാക്കി എന്താ വെച്ചാൽ ബാക്കി എല്ലാ ഈ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാ വിജയികൾക്കും നമ്മൾ ആശംസകളും അടുത്ത ബെസ്റ്റ് വിഷസ് നമ്മൾ നേരുന്നു. കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അപ്പോൾ റെഡ് പോർച്ച് നെസ്റ്റ് കുറേ പേർക്ക് അറിയാം, കുറേ പേര് ഇപ്പോഴും ക്യൂരിയസ് ആയിരിക്കും ഏതാണ് ഈ ബ്രാൻഡ് എന്നുള്ളത്. സോ ക്യാൻ യു ടെൽ us about the brand? ആക്ച്വലി നമ്മളൊരു ബിൽഡേഴ്സാണ്. ബിൽഡേഴ്സിൽ നിന്ന് നമ്മളും വേറിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രോജക്ട്സുകളെല്ലാം 100% കസ്റ്റമൈസ്ഡ് വില്ല പ്രോജക്റ്റാണ്. അതും നമ്മുടെ സിറ്റിയുടെ നടുവിലാണ് നമ്മുടെ എല്ലാ പ്രോജക്ട്സും വരുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവരുടേതായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. Have a beautiful night. Thank you so much for joining. Thank you so much. ഹലോ. ഹായ്. യെസ്, ആദ്യം തന്നെ ഔട്ട്ലുക്കിനെ പറ്റി പറയട്ടെ. വളരെ കളർഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. ഫ്ലവേഴ്സ് TV ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സിന് ഒത്തിരി കളേഴ്സ് അല്ലേ, നമ്മൾ വിചാരിച്ചു നമ്മൾ കുറച്ച് കളർഫുൾ ആവാന്ന്. സോ വെൽക്കം ടു ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മീൻസ് എ ലോട്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ വെൻ യു ലുക്കിംഗ് ബാക്ക് ഒരു പാട്ടായിട്ട് ഈ ഒരു ജേർണീനെ പറയാൻ പറഞ്ഞാൽ ഏത് പാട്ടായിട്ടായിരിക്കും പറയാ? അയ്യോ, അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്. എല്ലാ പാട്ടും ചേർന്നൊരു പാട്ടുണ്ടാക്കുമെന്നെങ്കിൽ അത് ആ പാട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് ബയസ് ഇല്ല. എനിക്ക് എല്ലാ പാട്ടും എവറി സോങ് ഹസ് ബ്രോട്ട് മീ ഹിയർ. അതുകൊണ്ട് എല്ലാ സോങ്ങിനോടും സ്നേഹമുണ്ട്. അത്രേ ഉള്ളൂ. സാറിനെ കുറേ പേര് നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് സാറിനെ കാണുന്നു. സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആരാണ് ഈ ഒരു കരിയറിൽ? അയ്യോ, അത് ഒത്തിരി പേരുണ്ട്. റഹ്മാൻ സാറുണ്ട്, മൈക്കിൾ ജാക്സൺ ഉണ്ട്, ദാസങ്ങളുണ്ട്, ചിത്ര ചേച്ചിയുണ്ട്, ജോൺസൺ മാസ്റ്ററുണ്ട്, പിന്നെ അങ്ങനെ പലവരും, രവീന്ദ്ര മാസ്റ്ററുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തൊരു കിഷോർ കുമാറുണ്ട്, ആശാ ഭോസ്ലെ ഉണ്ട്. താങ്ക് യു സോ മച്ച് സർ. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു. ഹലോ. ഹായ്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 സ്വാഗതം. താങ്ക് യു സോ മച്ച്. അടിപൊളി ഡ്രസ്സാണ്. അതെ. സോ ഹൗ എക്സൈറ്റഡ് ആർ യു? ഐ എം വെരി എക്സൈറ്റഡ്. ഫ്ലവേഴ്സിൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ അവാർഡ്സിൽ ഫംഗ്ഷനിൽ പാർട്ടാവുന്നത്. ഇത്തവണ ഒരു അവാർഡൊക്കെ ഉണ്ട്. വെരി ഹാപ്പി ടു റിസീവ് ദിസ് അവാർഡ്. ആൻഡ് എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, മ്യൂസിഷ്യൻസ്. ഒരു മ്യൂസിക് നൈറ്റ് ആയതുകൊണ്ട് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. അപ്പോൾ ഏതൊരാൾ സ്റ്റേജിൽ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്കും ഒരു സിംഗർ ആകണം, എനിക്കും അങ്ങനെ പെർഫോം ചെയ്യണം. ആക്ച്വലി എനിക്കൊരു ഉത്തരവുണ്ട്. ആ ആൾ ഇന്നിവിടെ വന്നിട്ടുമുണ്ട്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു മ്യൂസിഷ്യനുണ്ട്, ബെന്നി ദയാൽ. ഞാൻ പുള്ളിക്കാരൻ്റെ ഷോസൊക്കെ പണ്ട് പുള്ളി എവിടെയെങ്കിലും പെർഫോം ചെയ്യും, ഇപ്പോൾ കേരളത്തിലൊക്കെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ
പോയി ആളുടെ ലൈവ് കാണുമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. താങ്ക് യു. യു ടു. താങ്ക് യു. ബൈ. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026ലേക്ക് വെൽക്കം. താങ്ക് യു സോ മച്ച്. സോ റെഡ് കാർപ്പറ്റിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. Thank you. So how are you feeling? I am feeling very, very happy today. First of all, Flowers Channel, to the entire crew, romba nandri, because putting up such a brilliant show is not an easy task. And avlo amazing ana artist munadi naanu in the award vaangren for Tuki song. I am very, very grateful. And thanks to the entire team of Vara too, my composer, the lyricist and everybody. So I'm very happy to be here. So have a beautiful night. Enjoy this evening. Thank you so much, Parvati. Thank you. Thank you. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026ലേക്ക് സ്വാഗതം. താങ്ക് യു. യെസ്, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഈ ഒരു ഇവന്റിൽ എത്തി നിൽക്കുകയാണ്. സോ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അവാർഡ് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഒരു മികച്ച സംഗീത സംവിധായകൻ ഉള്ള ഒരു അവാർഡ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ എല്ലാവിധ സന്തോഷമുണ്ട്. ഓരോ ടൈപ്പ് ഇങ്ങനെ ജോണേഴ്സ് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊരു നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കുറച്ച് അടിച്ചുപൊളിപ്പാട്ട് അല്ലെങ്കിൽ കുറച്ചൊരു മെലഡി സോങ് എന്നൊക്കെ പറയുമ്പം ഏതാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം? വർക്ക് ചെയ്യാനെല്ലാം ഇഷ്ടമാണ്. എനിക്ക് സ്വതവേ റൊമാൻറ്റിക് സോങ്സ്, ഇപ്പോൾ സന്തത സഖി പോലെയുള്ള പാട്ടോ അല്ലെങ്കിൽ പ്രേമവതി പോലുള്ള പാട്ടുകൾ കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹാവ് എ ബ്യൂട്ടിഫുൾ നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2026 വൺ ഓഫ് ആർ മെയിൻ സ്പോൺസേഴ്സ് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിലെ CEO ആൻഡ് ചീഫ് ഓഡിയോളജിസ്റ്റ് മിസ്റ്റർ വിവേക് സോമരാജ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡൈനു ദേവി സാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾമോസ്റ്റ് 8 ഇയേഴ്സിന് ശേഷമാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലോറിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രാൻഡിനെ പറ്റിയിട്ടും ഒരു സർവീസസിനെ പറ്റി സംസാരിക്കുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിയറിംഗ് ഇഷ്യൂസ് കൂടി വരുന്നുണ്ട്. അതിനുള്ള ഒരു റീസൺ എന്താണ്? മുമ്പൊക്കെ കേൾവിക്കുറവെന്ന് പറഞ്ഞാൽ ഒരു കുറവായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ജന്മന കേൾവിക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ ആൾക്കാർ കുറവായിരുന്നു വന്നത്. എമർജിങ് ഫീൽഡായിരുന്നു മുന്നേ. ഇപ്പം അവയർനെസ്സിനും ഈ പറഞ്ഞ പോലെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാനും സ്ഥാപനങ്ങളുണ്ട്, ക്ലിനിക്കുകളുണ്ട്, ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തുന്നു. ശരിക്കും ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിലുണ്ടാവുക എവിടേക്കാണ് ഈ സർവീസസ് അവൈലബിൾ, എവിടെയാണ് അവർക്ക് പോവേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി പറയാമോ? ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻ കേരളത്തിൽ എല്ലായിടത്തും ലഭ്യമാണ്, അവൈലബിൾ ആണ് ബ്രാഞ്ചുകൾ. പ്രത്യേകിച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകളാണ് നമ്മൾ കൂടുതലും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 2 വർഷമാകാം, 4 വർഷമാകാം. വാറന്റിയുള്ള ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷനിൽ അവൈലബിൾ ആണ്. ഈ ഒരു നൈറ്റിൽ ഏത് പെർഫോമൻസ് ആണ് ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നത്? നമ്മുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. നമ്മുടെ പെർഫോമൻസ് അല്ല, നമ്മുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിരുന്നു മെയിനായിട്ട് നമ്മൾ ചെയ്തത്. ഇത് സമൂഹത്തിനൊരു പുള്ളിക്കാരത്തി അത്രയും ഒരു ക്രിക്കറ്ററായിരുന്നു. അവർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു നമ്മൾ ചെയ്തത്. അവരുടെ ഫാമിലി മൊത്തം ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. എൻജോയ് ടു നൈറ്റ്. താങ്ക് യു.